morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? നഴ്സിംഗ് സൂപ്പർവൈസർ എന്താണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ആണോ? ഓക്കെ. നഴ്സിംഗ് ഇൻചാർജ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാട്ടോ. നഴ്സിംഗ് ഇൻചാർജ്. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. ഇവിടെ സ്പെസിഫിക് വാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റുകൾ, പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. അതിനകത്ത് നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് എന്താണ്, കോളേജില് സ്കൂളിലൊക്കെ പഠിച്ചപ്പോ പല പല ഡിപ്പാർട്ട്മെന്റുകളാണെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്തുണ്ടാവും? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇല്ലേ? ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ എന്താ ഹോസ്പിറ്റലിലും പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ പല പല ഡിപ്പാർട്ട്മെന്റില് ഒരു മെയിൻ ആയിട്ടുള്ള എന്തുണ്ട്, HOD ഉണ്ടാവും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നഴ്സിംഗ് ഇൻചാർജിനെ നമുക്ക് HOD എന്നും പറയാൻ പറ്റും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റാഫുകളെ എന്താണ് ഷെഡ്യൂൾ ചെയ്യുന്നതും, ഓരോ ഷെഡ്യൂൾസ്, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, ഷെഡ്യൂൾസുകൾ അല്ലെ, ഷിഫ്റ്റിനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതും അതുപോലെ ഡയറക്റ്റ് ചെയ്യുന്നതും, അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ സഹായിക്കുന്നത് അല്ലെ, മോട്ടിവേഷൻ, ഓരോ ഡയറക്ഷൻസ് കൊടുക്കുക, ഡ്യൂട്ടീസുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നതും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. ഓക്കെ, ആ നഴ്സിംഗ് ഇൻചാർജ് ആണ് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും, നഴ്സിംഗ് സ്റ്റാഫുകളെ ഷെഡ്യൂൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. അപ്പൊ നമുക്ക് എന്ത് പറയാം, എന്നുകൂടിയും പറയാം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എന്താ, if there is any problems with the patient, it is the nursing in charge who contact the patients first. If the patient not satisfied with her, thus response ask to speak to the nurse supervisor. എന്താ പറയുന്നത്? ഇനി എന്തെങ്കിലും പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റിലെ ആരോട് പറയും? നഴ്സിംഗ് ഇൻചാർജിനെ കോണ്ടാക്ട് ചെയ്യും അല്ലെ. ഇനി അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് പേഷ്യൻസിന് നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, എന്താണ്, അവര് സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലാണ് അവരുടെ കയ്യിൽ നിന്ന് ആൻസർ കിട്ടിയതെങ്കിൽ ആരോട് നമുക്ക് പറയാൻ പറ്റും? പേഷ്യൻസിന് നഴ്സിംഗ് സൂപ്പർവൈസറെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, എന്താണ് പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞ് അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ എന്താണ് അത് സോൾവ് ചെയ്യാനായിട്ട് അവര് സഹായിക്കുന്നുണ്ട്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിനോട് ആദ്യം പറയും, തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറോട് പറയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സ് സ്റ്റാഫ് അല്ലെ, എല്ലാ നഴ്സ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യാം, മേൽനോട്ടം വഹിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി നഴ്സിംഗ് ഇൻചാർജിന്റെയാണ്. ഇനി എന്താണ്? റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ് അല്ലെ, നല്ല രീതിയിൽ ഹൈ ലെവൽ ആയിട്ട് അപ്പൊ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ വാർഡിലുമുള്ള പേഷ്യൻസിന് ഹൈ ലെവൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താ, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ എന്താണ്? ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. എന്താണ് ഈ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല്? ഷിഫ്റ്റിംഗ് ഷെഡ്യൂൾസ്, ഓരോ ഷിഫ്റ്റുകൾ ഉണ്ടാവില്ലേ, ഡ്യൂട്ടികൾ, ഓരോ നഴ്സുമാർക്കും ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെയുള്ള ഡ്യൂട്ടികള് കറക്റ്റ് ആയിട്ട് മന്ത്ലി ഡ്യൂട്ടീസ് പ്രിപ്പയർ ചെയ്യാം, അത് റിപ്പോർട്ട് സൂപ്പർവൈസർക്ക് സമർപ്പിക്കുകയും ചെയ്യാം. പിന്നെ എന്താ? ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻസ്, വാർഡിലെ എല്ലാ ഫങ്ഷൻസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. പിന്നെന്താ? ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. ഓക്കെ, നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു എന്താണ് വേദന അല്ലെ, സിവിയർ ആയിട്ടുള്ള പെയിനുകൾ നമുക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളാണ് നെർക്കോട്ടിക്സ് എന്ന് പറയുന്നത്. അത് പെയിൻ കില്ലേഴ്സ്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റിപ്പോർട്ടുകൾ. മോർഫിൻസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആരുടെ? നഴ്സിംഗ് ഇൻചാർജ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് സ്റ്റാഫ് നഴ്സ്. നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് who handle the largest segment of a healthcare worker. അപ്പൊ എന്താണ് എല്ലാ കാര്യങ്ങളും അല്ലെ, സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു നഴ്സിംഗ് കെയർ സർവീസിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ലാർജസ്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ചെയ്യുന്ന ആളുകളാണ് ഇത് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചുലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാംസ്. നേഴ്സിംഗ് പ്രോഗ്രാംസില് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും സ്റ്റാഫ് നഴ്സുമാര്. ഓക്കെ, അവരുടെ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. They spend a lot of their time providing direct patient care. നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അറിയാൻ പറ്റും എന്താണ് ഈ സ്റ്റാഫ് നഴ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ് വാർഡിലായാലും അതുപോലെ തന്നെ റൂമിലായാലും എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ വരും അല്ലെ. കാലത്ത് മരുന്ന് എടുത്തു തരാനായിട്ട്, പിന്നെ ട്രിപ്പ് ഇടാനായിട്ട്, പിന്നെ എന്തെങ്കിലും ഇപ്പോ ഡൈപ്പറൊക്കെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട്, ഫുഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്യാനായിട്ടും എന്ത് കാര്യങ്ങളായാലും നൈറ്റ് ഉണ്ടാവും അല്ലെ. എല്ലാ കാര്യങ്ങളും നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ അവര് നമ്മുടെ കൂടെ പേഷ്യൻസിന്റെ കൂടെ ഉണ്ടാവും അല്ലെ. എന്ത് കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോ ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ കൂടെ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് തന്നെ അവർ വരികയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെ അവര് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ലോട്ട് ഓഫ് ടൈം, എല്ലാ ടൈമും എന്താണ് പേഷ്യൻസ് കെയറിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. അല്ലെ, നമുക്കറിയാം സ്റ്റാഫുകൾ അവിടെ എന്താണ് പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുകയും അത് മോണിറ്റർ ചെയ്യുകയും പേഷ്യൻസിന് പ്രോഗ്രസ് ഉണ്ടോ, കണ്ടീഷൻ എന്താണ് എന്ന് വിലയിരുത്താനായിട്ട് അവർ നോക്കുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് അത്. If there is a sudden change in the patient conditions, nurse take appropriate action such as medications or calling the doctor. അല്ലെ, എന്തെങ്കിലും സഡൻ കണ്ടീഷൻസ്, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻ ലോ ആകുകയാണെങ്കിൽ എന്താണ് അവർ ആദ്യം മരുന്നുകളൊക്കെ ചെയ്ത് നോക്കും. പിന്നീട് നമ്മൾ ചെയ്തിട്ട് പിടിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കോൾ ചെയ്ത് ഡോക്ടറെ വിളിക്കും. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാഫ് നഴ്സ് കാര്യങ്ങള്. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. അല്ലെ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, അവരുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എസ്റ്റാബ്ലിഷ് ദ സിംപത്തറ്റിക് എൻവയോൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. നമ്മളെ ഇപ്പൊ വീട്ടുകാരായാലും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ്, ഫ്രണ്ട്സ് ആയാലും പേഷ്യന്റിനോടൊക്കെ നല്ല രീതിയിലുള്ള അനുകമ്പ അല്ലെ, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ടു എന്താണ് സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. അല്ലെ, നല്ല രീതിയിൽ അവരെ പേഷ്യൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നല്ലൊരു സേഫ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്. എന്താണ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, ഒരു മരുന്ന് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്താണ് വേറെ അവര് ലിസ്റ്റ് ഇട്ട് അവര് കമ്പ്യൂട്ടറിൽ അല്ലെ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങളും മരുന്ന് തീർന്നോ ഇല്ലയോ. ഇനി അപ്പൊ എന്താണ് വൈകുന്നേരം ആകുമ്പോ ചിലപ്പോ ഒരു ഡോസ് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അവര് വേഗം ലിസ്റ്റ് ഇട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്, അത് തരുന്നുണ്ട് അല്ലെ, മരുന്ന് തരാം എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓരോ കാര്യങ്ങൾ. നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ആളുകളാണ് സ്റ്റാഫ് നഴ്സ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് പറയാൻ പറ്റും നമുക്ക്. ഇനി എന്താ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ് അല്ലെ,
എല്ലാ കാര്യങ്ങളും ചാർട്ടിങ് ഓരോ ലിസ്റ്റ് ചെയ്ത് ചാർട്ട് ചെയ്ത് വെക്കണം അല്ലെ. ഓരോ ഡോക്യുമെന്റ്സ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇപ്പൊ വാർഡിലായാലും ചിലപ്പോ 5 പേഷ്യൻസ് ആയിരിക്കാം ആ സിസ്റ്റർ നോക്കുന്നത്. സിസ്റ്ററിന്റെ ഡ്യൂട്ടീസ് സിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന 5 പേഷ്യൻസിനെ അല്ലെങ്കിൽ 3 പേഷ്യൻസിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെന്റ്സ് ചാർട്ട് ചെയ്യാനായിട്ട് മരുന്നിന്റെ കാര്യങ്ങളായാലും അപ്ഡേറ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് ചെയ്തു തരാറുണ്ട്. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. അവർക്ക് എന്താണ് ഇപ്പോ എന്താണ് സ്ട്രോക്ക് വന്ന രോഗിയൊക്കെ ആണെങ്കിൽ അവരോട് പറയും അല്ലെ, അമ്മ നടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. നടന്നു വരുമ്പോ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നടക്കാനായിട്ട് പറ്റും. ആദ്യം ചിലപ്പോ കുറച്ച് കാലുകളെ വെക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെ, സ്റ്റെപ്പുകളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നീട് ശരിയാവും അല്ലെ. എങ്ങനെ ഓരോ കാര്യങ്ങൾ കോൺഫിഡൻസ് അവർക്ക് കൂട്ടിക്കൊടുക്കും അല്ലെ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ല, പ്രഷർ നോർമലാണ്, ഷുഗർ നോർമലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താണ് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് അല്ലെ, കോൺഫിഡൻസ് ധൈര്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കീപ്പ് ചില രോഗികളുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ട, മറ്റുള്ളവരോട് പറയാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ടതൊക്കെ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് മറ്റാരോടും പറയാതെ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്ക് അല്ലെ. കറക്റ്റ് ആയിട്ട് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്കിന്റെ കാര്യങ്ങൾ അല്ലെ, സ്റ്റോക്ക് ലിസ്റ്റ് വിവരപ്പട്ടികൾ അല്ലെ, സ്റ്റോക്കിന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നെന്താ മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. നമ്മൾ പറഞ്ഞു അല്ലെ, അവർക്ക് നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സുകള്, സെമിനാർസുകള്, വർക്ക്ഷോപ്പുകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് ഇതിലൂടെ. അവർ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ വർക്ക്ഷോപ്പിലൂടെയും സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വിടും, പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വിടും. അതിലൂടെയൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള നോളജ് ചേർത്തമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളൂ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റ് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൂടി നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് അണ്ടർലൈൻ ചെയ്യാം. നഴ്സിംഗ് അസിസ്റ്റന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് അസിസ്റ്റന്റ് നഴ്സിംഗ്. തിരിച്ചിട്ടാൽ മതി, ഇത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി പഠിക്കണം കേട്ടോ, മാറിപ്പോകരുത് എന്നോട്. ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് അസിസ്റ്റന്റ് നഴ്സിംഗ്. Is individual who works under a staff nurse in supportive role under. Assistant have duty like helping patient with their basic needs. Okay, they must be completed short-term diploma course of nursing. അപ്പൊ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റാഫ് നഴ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ബേസിക് നീഡ്സിൽ സഹായിക്കുക എന്നുള്ളതാണ്. ബേസിക് നീഡ്സുകൾ നിറവേറ്റുന്നവരാണ് ആര്, ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവരുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം അല്ലെ, നഴ്സിംഗിൽ ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരായിരിക്കും, കംപ്ലീറ്റ് ആക്കിയവരായിരിക്കും. ഇനി ഡ്യൂട്ടീസ് നോക്കിയേ. ഹെൽപ്പ് പേഷ്യന്റ് യൂസ് ബാത്റൂം, ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുക. അതുപോലെ ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്, അവരെ ക്ലീൻ ചെയ്യിപ്പിക്കുക, കുളിപ്പിച്ചു കൊടുക്കുക. അതുപോലെ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡുകളൊക്കെ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ബെഡ് കവർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവരെ വൃത്തിയാക്കി അവരുടെ ബോഡി വൃത്തിയാക്കി സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ടേൺ reposition and move patient between wheelchair seats and bed. എന്താണ് ഇപ്പൊ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് ഇരുത്താനോ വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്ക് ഇരുത്താം. അപ്പൊ അങ്ങനെ പൊസിഷൻ ഒക്കെ മാറ്റി അവരെ ഒന്ന് ഇരിക്കാനായിട്ട് സഹായിക്കാം. പിന്നെന്താ സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്. നമുക്ക് എന്താണ് ചിലപ്പോ ഫുഡൊക്കെ ചിലപ്പോ കയ്യോ കാലൊക്കെ തളർന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് ഈ മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. ആരാണ് RN? RN ഫുൾ ഫോം എന്താ? രജിസ്റ്റേർഡ് നഴ്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, വൈറ്റൽ സൈൻസ് ഒക്കെ മെഷർ ചെയ്തിട്ട് ഏതൊക്കെയാണ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് രജിസ്റ്റേർഡ് നഴ്സിന് സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ്
നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. 3 കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. നഴ്സിംഗ് ഇൻചാർജ് പറഞ്ഞു, അതുപോലെ സ്റ്റാഫ് നഴ്സ് പറഞ്ഞു, നഴ്സിംഗ് അസിസ്റ്റന്റ് പറഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു അല്ലെ? നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 തന്നെയാണ്. നോക്കിയേ, മോർച്ചറി സർവീസസ് ആണ്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ഈ സ്ക്രീനിലെ പേജ് നമ്പർ ആയിരിക്കില്ല ചിലപ്പോ. അതാണ് 58 അല്ലെ? ICU മിസ് എടുക്കാം കേട്ടോ. ഈ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് എടുക്കാം. മിസ്സിന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. 2 ചാപ്റ്ററും കൂടി എടുക്കാനുണ്ട് നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓക്കെ. പേജ് നമ്പർ 58 മോർച്ചറി സർവീസസ് കേട്ടോ. എടുത്തോ എല്ലാവരും? ഓക്കെ, എന്താണ് മോർച്ചറി എന്ന് പറഞ്ഞാല്? നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണല്ലേ മോർച്ചറി. ഓക്കെ,
എന്തായിരിക്കാം മോർച്ചറി? നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഏത് വശത്തൊക്കെ ആയിട്ടായിരിക്കാം മോർച്ചറി കാണുന്നത്? നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ മോർച്ചറി ആണോ കാണുന്നത് ഹോസ്പിറ്റലില്? അല്ല, ബാക്ക് സൈഡിൽ അല്ലെ. പിന്നെ എവിടെയൊക്കെ ഉണ്ടാവും? ബാക്ക് സൈഡിലാണോ എല്ലാ ഹോസ്പിറ്റലിലും വരുന്നത്? ബാക്ക് സൈഡിൽ ഉണ്ടാവും. പിന്നെ മരണശേഷം ബോഡി മോർച്ചറിയിൽ ആണല്ലേ നമ്മൾ സൂക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മോർച്ചറി ഉള്ളത് അല്ലെ എല്ലാ ഹോസ്പിറ്റലും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി സൂക്ഷിക്കുന്നത് മോർച്ചറിയിലാണ്. അതിന് വേണ്ടിയിട്ടാണ് മോർച്ചറി അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. മോർച്ചറി ഈസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ as it handle the preservation of the dead body so that the forensic clinicians and pathologists may investigate the causes of death and make the scientific investigations. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? മോർച്ചറി ഈസ് ആൻ ഇൻവൈറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത. മോർച്ചറി എന്ന് പറഞ്ഞാല് എവറി ഹോസ്പിറ്റലില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാർട്ടാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡി അല്ലെ. പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസർവ് അല്ലെ, സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് അല്ലെ. മരിച്ചവരെ അല്ലെ, ഡെഡ് ബോഡീസിനെ നമ്മള് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെ, സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഫോറൻസിക് ക്ലിനീഷ്യൻസ് ആൻഡ് പാത്തോളജിസ്റ്റ്. ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ക്ലിനീഷ്യൻസ് ആരാണ്? ക്ലിനീഷ്യൻസ് ആരാണ്? ഡോക്ടേഴ്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ക്ലിനീഷ്യൻസ്. ഓക്കെ, വിദഗ്ധർ കേട്ടോ. ഫോറൻസിക് വിദഗ്ധർ. ക്ലിനീഷ്യൻസ് മീൻസ് വിദഗ്ധർ. ഓക്കെ, വിദഗ്ധർ. അതുപോലെ തന്നെ പാത്തോളജിസ്റ്റ്. പാത്തോളജി കേട്ടിട്ടുണ്ടോ? പാത്തോളജി ആരാണ്? പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ആരായിരിക്കും പാത്തോളജിസ്റ്റ്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ രോഗങ്ങൾ എങ്ങനെയാണ് മരിച്ചത്, പല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മരിച്ചത് എന്നുള്ളത്. അപ്പൊ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റിഗേറ്റ് ദ കോസസ് ഓഫ് ഡെത്ത് ആൻഡ് മേക്ക് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. ശാസ്ത്രീയമായിട്ട് ആ ഡെഡ് ബോഡികള് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി അതുപോലെ തന്നെ കോസസ് ഓഫ് ഡെത്ത് അല്ലെ, മരണകാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ആരൊക്കെ? ഫോറൻസിക് ക്ലിനീഷ്യൻസും പാത്തോളജിസ്റ്റും. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഫോറൻസിക് ക്ലിനീഷ്യൻസ് വിദഗ്ധരും അതുപോലെ തന്നെ ഈ പാത്തോളജിസ്റ്റും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു അല്ലെ, മരണകാരണം. ഡെഡ് ബോഡി സയന്റിഫിക് പരിശോധനകൾ നടത്തി, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി രോഗകാരണം തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ് മരിച്ചത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈ മോർഗ് ഓർ മോർച്ചറി. അപ്പൊ മോർഗിനെ അല്ലെങ്കിൽ മോർച്ചറിയെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർഗ് എന്ന് തന്നെയാണ്. ഓക്കെ, മോർഗിനെ പറയുന്ന മറ്റൊരു പേരാണ് മോർച്ചറി. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. മോർച്ചറി ഈസ് യൂസ്ഡ് ഫോർവേഡ് സ്റ്റോറേജ് ഓഫ്
dead bodies waiting for identification or removal, autopsy, burial, cremation, or some other post-death rituals. എന്താണ് മോർച്ചറിയെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. is used for the storage of മോർച്ചറി എന്തിനു വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ, അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് മോർച്ചറി യൂസ് ചെയ്യുന്നത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോർച്ചറി നമ്മളിങ്ങനെ ഡെഡ് ബോഡീസ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒന്നുകിൽ ആരുടെ ഡെഡ് ബോഡി ആണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്, ഇല്ലേ? ഇപ്പൊ വഴിയിൽ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വെക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് റിമൂവല്, എന്താണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? പിന്നെ എന്താണ് ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസ്റ്റ്മോർട്ടം, അല്ലെ? ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. ഇനി ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂറിയൽ അടക്കം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാവാം. ക്രിമേഷൻ, എന്താ മീനിങ് ക്രിമേഷൻ? ക്രിമേഷൻ ക്രിമേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ശവസംസ്കാരത്തിന് കേട്ടോ. സംസ്കാരത്തിന് വേണ്ടിയിട്ട്, ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടോ ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടോ മാറ്റിവെച്ചിരിക്കുന്നതാവാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മോർച്ചറിയെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യിപ്പിച്ചു വെക്കുന്നത്? അവിടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടോ, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ ഓട്ടോപ്സി, അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടോ, മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടോ മാറ്റിവെച്ചിരിക്കുന്നതാവാം. നെക്സ്റ്റ് നോക്കിയേ. The term morgue is derived from the French word morgue. അപ്പൊ എന്താണ് മോർഗ്? നമ്മൾ മോർച്ചറിയെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ് എന്നല്ലേ? ആ മോർഗ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്യാം, ഫ്രഞ്ച് വേർഡായിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ് മോർഗ്, ദ വേർഡ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ്, എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? ടു ലുക്ക് solemnly to defay. To look solemnly to defay. അണ്ടർലൈൻ ചെയ്യാ. എന്താണ് അതിന്റെ മീനിങ്? To look solemnly to defay എന്ന് പറഞ്ഞാല് ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക, ഗൗരവത്തോടെ സൂക്ഷിച്ച് വെക്കുക. The term morgue is derived from French word morgue, അല്ലെ? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് to look solemnly to defay, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. Morgue is mostly used in Northern American English, while mortuary is more common in British English. അപ്പൊ മോർഗ് എന്താണ്? മോർഗ് is mostly used in, അല്ലെ? മോർഗ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, while mortuary is commonly used British English. ഓക്കെ, മോർച്ചറി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്നാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്നത് മോർച്ചറി ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. മോർഗ് എന്ന് പറയുന്നത് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ത് പേരാണ് വിളിക്കുന്നത്? മോർഗ് ആണോ മോർച്ചറി ആണോ? അപ്പൊ ഏത് ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മോർച്ചറി. ഏത് ഇംഗ്ലീഷ് ആയിരിക്കും? ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. എന്താണ് മോർച്ചറി എന്ന് പറഞ്ഞാല്? ഒരു ഹോസ്പിറ്റലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അല്ലെ? എന്തിനെ കുറിച്ചാണ്? കോസസ് ഓഫ് ഡെത്തും അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. പിന്നെ എന്താണ്? മോർഗ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നുണ്ട്, അല്ലെ? 2 രീതിയിലാണ് മോർച്ചറിയെ പറയുന്നത്. മോർച്ചറി എന്ന് പറയുന്നുണ്ട്, മോർഗ് എന്നും പറയുന്നുണ്ട്. ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട്,
ബ്യൂറിയലിന് വേണ്ടിയിട്ട്, ക്രിമേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്കോ വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. ഇനി എന്താണ്? ടേം മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗിൽ നിന്ന് തന്നെയാണ്. മോർഗായിട്ട് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് ടു ലിവ് സോളംലി ടു ഡിപേ, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ മോർഗ് യൂസ്ഡ് കോമൺലി യൂസ് ചെയ്യുന്നത് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അതുപോലെ തന്നെ മോർച്ചറി യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അയച്ചോക്കേ. നെക്സ്റ്റ് പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ് ഒന്ന് വായിച്ചു നോക്കിയേ. 4 പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഫങ്ഷൻസ് അല്ല, നീഡ്സ്. തെറ്റിപ്പോയിട്ടാണ് പറഞ്ഞപ്പോ. നീഡ്സ് ഫോർ മോർച്ചറി. വായിച്ചു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നീഡ്സ്?
ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? I say your needs. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ആക്കട്ടെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, പറഞ്ഞോളൂ. സ്ലൈഡ് പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് ഒരു ഡെഡ് ബോഡി സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ഡിസ്പോസലിന് മുൻപായിട്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡി സൂക്ഷിക്കുന്നത് പിന്നെ മനസ്സിലായതെന്ന് വെച്ചാൽ ഈ മോർച്ചറി മൂലം ഒരുപാട് പേഴ്സൺസിന് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. പോലീസ്, ഡോക്ടേഴ്സ്, അതിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് ഒക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. പിന്നെ ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫ്, റിലേറ്റീവ്സിനും ഒക്കെ അത് ഉപകാരപ്രദമാണ്. പിന്നെ പബ്ലിക് റിലേഷനായിട്ട് നല്ല ബന്ധമായിരിക്കും ഈ മോർച്ചറി ഇതുമായിട്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് നോക്കാം. It is necessary for the hospital administration that the suitable provision shall be made in the dubious place where the dead body can be placed pending final disposal or to rule out the causes of death. എന്താണ് നമ്മൾ പറയുന്നത്? ഹോസ്പിറ്റലിന് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യമാണ് ഇത് മോർച്ചറി എന്ന് പറയുന്നത്, അല്ലെ? അത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ലൊക്കേഷൻ വരുന്നത്, അതിന്റെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ഡുബിയസ് പ്ലേസ്, ആരുടെയും ശ്രദ്ധ അധികം എത്തപ്പെടാത്ത രീതിയിലാണ് മോർച്ചറി ഉള്ളത്, ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആരുടെയും ശ്രദ്ധ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കും മോർച്ചറി ഉണ്ടാവുന്നത്, ഇല്ലേ? ഹോസ്പിറ്റലുകളിൽ അപ്പൊ ആരുടെയും ശ്രദ്ധ എത്തപ്പെടാത്ത രീതിയിലാണ്, അതാണ് ഡ്യൂബിയസ് പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാത്ത രീതിയിലാണ് മോർച്ചറി ഉള്ളത്, അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോ അങ്ങനെയാണ്, അവിടെയാണ് മോർച്ചറി ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മള് എന്താണ് സൂക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് the precisely planned mortuary complex is beneficial to all those who come in the contact with that is police, doctors, medical students, staff and relatives of the death. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് ഈ മോർച്ചറിയിൽ എന്താണ് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ആർക്കൊക്കെ ബെനഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്? പോലീസിന്, ഡോക്ടേഴ്സിന്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന്, മരിച്ചവരുടെ റിലേറ്റീവ്സിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുന്നുണ്ട്, ബെനഫിഷ്യൽ ആണ്. പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ also has an important bearing with regarding to the public relations of the hospital. ഇത്തരത്തിലുള്ള ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മോർച്ചറി സർവീസ് ഉണ്ടാവാത്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകില്ലേ നമുക്ക്? അപ്പൊ അങ്ങനെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഓരോ ഹോസ്പിറ്റലും തരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പൊതുജനങ്ങളുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാനായിട്ട്, ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
much of the sentiments value are attached to the dead body of the person with the socio and the medico legal importance attached to the mortuary of the hospital. Therefore, establishment and management of a mortuary is of significant to every hospital. എന്താ പറയുന്നത്? നമ്മൾ മോർച്ചറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലില് നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കേസും വരുന്നുണ്ട്. അതാണ് സോഷ്യൽ അപ്രോച്ചും അതിന്റെ ഈ രണ്ട് രീതിയിലുള്ള കേസസുകളാണ് വരുന്നത്. സോഷ്യൽ അപ്രോച്ചും ഉണ്ട്, മെഡിക്കോ ലീഗൽ അപ്രോച്ചും ഉണ്ട്. സോഷ്യൽ അപ്രോച്ച് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ നമ്മൾ ഡെഡ് ബോഡീസ് അവിടെ സൂക്ഷിക്കും അല്ലെ, മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങള് ഇപ്പൊ ഗൾഫിൽ നിന്ന് കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ച് വെക്കാറുണ്ട് നമ്മൾ, ഇല്ലേ? അതാണ് സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം, ഇല്ലേ? മർഡർ, ആക്സിഡന്റ്, പോയിസണിങ്, റേപ്പ്, അസാൾട്ട്, അങ്ങനെയുള്ള കേസസുകൾ അങ്ങനെ വരുന്നതാണ് മെഡിക്കോ ലീഗൽ അപ്രോച്ച്. അപ്പൊ രണ്ട് രീതിയിലും അവിടെ എന്താണ് മോർച്ചറിയിൽ ആളുകളെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നീഡ്സ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, പോയിന്റ്സ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ്. First point, to conserve the dead body till the formalities of the handling over of deceased is completed. അപ്പൊ എന്താണ് to conserve? കൺസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്. എന്റെ മീനിങ് ആണ് കീപ്പ്, സൂക്ഷിക്കുക അല്ലെ. ഡെഡ് ബോഡീസ് നമ്മൾ എന്താണ്, മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മൾ എവിടെ സൂക്ഷിക്കാറുണ്ട്? മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ റിലേറ്റീവ്സ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഡെഡ് ബോഡീസ് നമുക്ക് കയ്യിലോട്ട് കിട്ടോ? നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കിട്ടോ? ഇല്ല. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട് അല്ലെ, എഴുതി കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കയ്യിലോട്ട് ഡെഡ് ബോഡി വിട്ട് തരുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡി മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത്. To keep the dead body unclaimed till the relative claim and take it way for final disposal. Usually, dead body that are not claimed are kept for 72 hours, and unless claimed till that period, disposal of the dead body is done in keeping with the existing policy of the hospital and as per the law of land. എന്താ പറയുന്നത്? ഈ അൺക്ലെയിംഡ് ആൻഡ് ക്ലെയിംഡ്, ക്ലെയിം ചെയ്തത് അല്ലെ. അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാല് തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസ്. ഇപ്പൊ കഴിയിലൊക്കെ ആരെങ്കിലും കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ ഡെഡ് ബോഡീസ് കൊണ്ടുവരാറുണ്ട് അല്ലെ. തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ക്ലെയിം ചെയ്തത്, റിലേറ്റീവ്സ് അറിയുന്നത് അല്ലെ. മരിച്ച ആരെങ്കിലും, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ കിടന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മരിച്ചു ഇല്ലെന്ന് തിരിച്ചറിയില്ല. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ്, തിരിച്ചറിഞ്ഞിട്ടുള്ള ഡെഡ് ബോഡീസും ഉണ്ടാവും, തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡീസും എവിടെ ഉണ്ടാവും? മോർച്ചറിയിൽ ഉണ്ടാവും. തിരിച്ച് അറിഞ്ഞിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ റിലേറ്റീവ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതാണെങ്കിലോ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അജ്ഞാത മൃതദേഹം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മൃതദേഹങ്ങളൊക്കെ ആണെങ്കിൽ 72 മണിക്കൂർ വരെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, 72 hours വരെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡിസ്പോസൽ ചെയ്യും അല്ലെ. എന്തിന്റെ ബേസിലായിരിക്കും? ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ചും നിലവിലുള്ള നമ്മുടെ കൺട്രിയുടെ ലോ പ്രകാരവും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫൈനൽ ഡിസ്പോസലിന് വിധേയമാക്കും. തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡി. ഓക്കെ ആണോ? ആ 72 hours എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്
ഒന്നുമില്ല അതിനകത്ത് പറയുന്നത് അല്ലെ. ക്ലെയിംഡ് ആൻഡ് അൺക്ലെയിംഡ് ഡെഡ് ബോഡീസിന്റെ കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ്? ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡി റിസീവ് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അത് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക്. ഇനി എന്താണ്? ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. നമ്മൾ എന്താണ് ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമോ? ആക്സിഡന്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തുണ്ട്? ലീഗൽ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് റിക്വസ്റ്റ് പ്രകാരം അല്ലെ, പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ലീഗൽ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് റൂൾസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ വിധേയമാക്കും. പിന്നെ എന്താണ്? ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഇല്ലേ, നമ്മൾ പഠിക്കാനായിട്ട് ഓരോ ഡെഡ് ബോഡീസ് നിങ്ങൾ ഇപ്പൊ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഡെഡ് ബോഡീസ് എന്താണ് പഠനത്തിന് വിധേയമാക്കാറുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ ടീച്ചിങ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെന്താണ്? The type of dead body preserved in mortuary can be classified non-medico legal, medico legal cases. നമ്മൾ പറഞ്ഞിരുന്നതാണ് 2 ടൈപ്പ് ഡെഡ് ബോഡീസ് ആണ് ഇവിടെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് മോർച്ചറിയിൽ അല്ലെ. നോൺ മെഡിക്കോ ലീഗലും മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം. മെഡിക്കോ ലീഗൽ കേസസുകൾ അറിയാലോ, ആക്സിഡന്റ്, അസാൾട്ട് അങ്ങനെയുള്ള. ഓക്കെ, ലീഗൽ നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഉദ്ദേശിക്കുന്നത്? നോർമൽ ആയിട്ടുള്ള ഇപ്പോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ നമ്മൾ മരിക്കുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നോർമൽ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പെൻഷൻസിൽ വരുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. പെൻഷൻസ് മീൻസ് ഇനി നെക്സ്റ്റ് നോക്കാം. പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ലൊക്കേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ലൊക്കേഷൻ നോക്കിയേ. The location should be in the dubious obscure place in a separate building to where the dead bodies can to be reached in non-disturbing way. There should be easy access from wards, ICU, OT, emergency and pathology department. ലൊക്കേഷൻ വരുന്നത്, മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാത്ത രീതിയിൽ നോൺ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും ആ മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ആർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത്. വാർഡിൽ വാർഡിന്, ICUക്ക്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർക്ക്, അതുപോലെ തന്നെ എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ. ഓക്കെ, ഇനി സ്പേസ് റിക്വയർമെന്റ്സ് എന്താണ് കൊടുത്തിരിക്കുന്നത്? റിലീസ് ഓൺ ദി സൈസ് ആൻഡ് ടൈപ്പ് ഓഫ്
ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. അപ്പൊ എന്താ പറയുന്നത്? സൈസ്, ഹോസ്പിറ്റലിന്റെ സൈസ്, ടൈപ്പ്, അതുപോലെ തന്നെ വർക്ക് ലോഡുകൾ, ഇത് ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, എത്ര സ്പേസ് മോർച്ചറിക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത് ആരാണ് തീരുമാനിക്കുന്നത്? മോർച്ചറിക്ക് എത്ര സ്പേസ് വേണം എന്നുള്ളത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. The Committee on Plan Project, COPP, അണ്ടർലൈൻ ചെയ്യാം. COPP, Committee on Plan Project, has recommended an area of 6 to 8 square feet per bed has a general guideline. അപ്പൊ ഇവരാണ് നമുക്കറിയാം COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ് തീരുമാനിക്കുന്നത്. ഇവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസ് വേണം എന്ന് തീരുമാനിക്കുന്നത്. മോർച്ചറിക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ്. ഓക്കെ, ഒരു ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന കമ്മിറ്റിയാണ് ഇത്, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസുകൾ വേണം എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ലൊക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ് പറഞ്ഞു. ക്ലിയർ അല്ലേ? എത്ര വരെ എടുക്കുന്നുള്ളൂ കേട്ടോ, എത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, താങ്ക് യു.